നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് CPIഎമ്മും CPIയും. പക്ഷേ അപ്പോഴും CPIഎമ്മുമായി ഉള്ള ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് CPIഎമ്മിന് ഒരു പ്രതിസന്ധിയായി മുന്നിലുള്ളത്, അല്ലെങ്കിൽ തലവേദനയായി മുന്നിലുള്ളത്. അത് പൂർത്തിയാക്കും എന്നാണ് പാർട്ടി സെക്രട്ടറി തന്നെ അറിയിച്ചിരിക്കുന്നത്. ശ്രീത്ത് ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീത്ത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, LDF ഈ ആത്മവിശ്വാസം പറയുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. കേരള കോൺഗ്രസ് എമ്മുമായുള്ള ചർച്ചകൾ അതിൽ എപ്പോഴാണ് ഒരു ധാരണ ഉണ്ടാവുക? എന്തിനാണ് തർക്കം? പ്രജിൻ, കഴിഞ്ഞ തവണ 2021 13 സീറ്റുകളിലാണ് 13 സീറ്റാണ് LDF കേരള കോൺഗ്രസ് എമ്മിന് നൽകിയത്. എന്നാൽ ഏറ്റവും ഒടുവിൽ പേരാമ്പ്ര സീറ്റ്, അവിടെ നിന്ന് പേരാമ്പ്ര കുറ്റ്യാടി സീറ്റുകൾ ഒരെണ്ണത്തിൽ ഈ കേരള കോൺഗ്രസ് എമ്മിന് നൽകുമ്പോൾ അവിടെ പ്രതിഷേധമുണ്ടായി. അവരിൽ നിന്ന് തിരിച്ചെടുത്ത് പിന്നീട് CPIഎം അവിടെ മത്സരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ സീറ്റ് തിരിച്ചെടുത്തപ്പോൾ അവരുടെ സീറ്റ് എണ്ണം 12 കുറഞ്ഞു. ഇത്തവണ ആ 12 എന്നുള്ള കഴിഞ്ഞ തവണ തീരുമാനത്തെ 13 തന്നെ പാലിക്കണം എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആവശ്യം. എന്നാൽ നിലവിൽ അത് സിറ്റിംഗ്, കുറ്റ്യാടിയാണെങ്കിലും പേരാമ്പ്രയാണെങ്കിലും ഒക്കെ സിറ്റിംഗ് സീറ്റായതുകൊണ്ട് ഇതൊന്നും എടുത്തു നൽകാൻ കഴിയുന്ന ഒരു പരിസ്ഥിതിയില്ല. അതുകൊണ്ട് തന്നെ ഏത് സീറ്റ് നൽകുമെന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എങ്കിൽ പോലും 13 സീറ്റ് എന്ന തങ്ങളുടെ ആവശ്യം പരിഗണിക്കും, അത് ഫലപ്രാപ്തിയിലെത്തും എന്നായിരുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിശ്വാസം. എന്നാൽ സാധാരണ LDFിൻ്റെ യോഗം ചേർന്ന് സീറ്റ് വിഭജനം അന്തിമമാക്കി പ്രഖ്യാപിക്കുന്നൊരു പതിവുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായില്ല. മാത്രമല്ല പ്രത്യേകം ചർച്ച നടത്തി പ്രശ്നങ്ങൾ തീർപ്പിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു CPIഎം സ്വീകരിച്ച ഒരു തന്ത്രം. മുന്നണി യോഗം പൊതുവായി ചേർന്ന് സീറ്റ് വിഭജനം അന്തിമമാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പൊതു ചർച്ച ഈ കാര്യത്തിൽ നടന്നിട്ടില്ല. കേരള കോൺഗ്രസ് എമ്മിന് തങ്ങളുടെ ആവശ്യം സാധ്യതമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇനി അത് പാലിക്കപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം 86 സീറ്റിൽ 75ഉം 6ഉം 81 സീറ്റുകളെ സ്ഥാനാർത്ഥികളെ CPIഎം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി 5 സ്വതന്ത്ര സീറ്റുകളാണ്. അതിലേതെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുത്താൽ മാത്രമേ ഈ 13 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയൂ. അതിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല എന്നാണ് CPIഎം നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീടൊരു സാധ്യത പറഞ്ഞിരുന്നത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ആന്റണി രാജുവിന് നൽകിയില്ലെങ്കിൽ അത് കേരള കോൺഗ്രസ് എമ്മിന് നൽകാമെന്നുള്ള ഒരു നിർദ്ദേശമാണ്. എന്നാൽ അതിന് ജനാധിപത്യ കേരള കോൺഗ്രസ്, ആന്റണി രാജുവിൻ്റെ പാർട്ടിയായ ജനാധിപത്യ കേരള കോൺഗ്രസ് വഴങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നടക്കില്ല. അതുകൊണ്ട് 12 സീറ്റിലേക്ക് കേരള കോൺഗ്രസ് എം പൊരുത്തപ്പെടേണ്ടി വരും. ആ തീരുമാനവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഇനി ചർച്ചകൾക്കുള്ള സാധ്യതയില്ല. കാരണം ഇനി നോമിനേഷൻ്റെ അവസാന തീയതിക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരാഴ്ച കാലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പായി അത്തരം ചർച്ചകൾക്കൊന്നും ഇനി സാധ്യതയില്ല. ശ്രീത്ത്, അതോടൊപ്പം തന്നെ ഈ പ്രചാരണം, അത് ഇപ്പോൾ ശ്രീത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 26-ാം ദിനം കേരളം വിധി എഴുതാൻ ബൂത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലേക്കുള്ള പ്രചാരണം അത് ഏത് രീതിയിൽ ചെയ്യാനാണ് ഇപ്പോൾ CPIഎമ്മിൻ്റെ അല്ലെങ്കിൽ LDFിൻ്റെ ഒക്കെ തീരുമാനം? അത്തരം വിവരങ്ങളെ കുറിച്ചൊക്കെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നുവെന്ന് പ്രജിൻ, നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ നടത്തേണ്ട പ്രചരണ പരിപാടികളെ സംബന്ധിച്ച ഒരു പൊതുനിർദ്ദേശം CPIഎമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം എല്ലാ മണ്ഡലം കമ്മിറ്റികൾക്കും ജില്ലാ കമ്മിറ്റികൾക്കും നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ചാണ് ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുടെ പത്രസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ മിക്ക മണ്ഡലങ്ങളിലും റോഡ് ഷോ, CPIഎം മത്സരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം റോഡ് ഷോ നടന്നത്. ഇന്നും നാളെയുമായി ആ റോഡ് ഷോ തുടരാൻ തന്നെയാണ് CPIഎമ്മിൻ്റെ തീരുമാനം. ഉദാഹരണത്തിന് VK പ്രശാന്ത് മത്സരിക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇന്ന് റോഡ് ഷോ ഉള്ളതുപോലെ നാളെ 3 മണിക്ക് വീണ്ടും വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് CPIഎം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ റോഡ് ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോമിനേഷൻ വരെ ഇത്തരത്തിൽ റോഡ് ഷോ അടക്കമുള്ള പ്രചരണ പരിപാടികൾ, മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കാണുന്ന നടപടികൾ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിർദ്ദേശം. അതിന് തൊട്ടു പിന്നാലെ തന്നെ മണ്ഡലം കൺവെൻഷൻ, അതായത് ഓരോ മണ്ഡലത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടക്കേണ്ടതുണ്ട്. ആ കൺവെൻഷൻ്റെ തീയതിയും വൈകാതെ നിശ്ചയിച്ച് നൽകും. അത് LDFിലാണ് തീരുമാനിക്കേണ്ടത്. അതിനായി LDFിൻ്റെ നേതാക്കളുമായിട്ടുള്ള ചർച്ച ജില്ലാതലത്തിലും മറ്റും നടത്തി വളരെ വേഗത്തിൽ തന്നെ ഈ കൺവെൻഷൻ തീയതികൾ തീരുമാനിക്കും. അതിനുശേഷം സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മണ്ഡല പര്യടനം കൂടി പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ പ്രചാരണത്തിൻ്റെ ആ ഒരു പാരമ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് CPIഎമ്മിൻ്റെയും LDFിൻ്റെയും പൊതു തീരുമാനം. യെസ്, അത് തന്നെയാണ്. അപ്പോൾ അവർ നേരത്തെ കളം പിടിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കേവലം 25 ദിവസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം അവർക്ക് ഇന്നുണ്ട്. കാരണം ഇന്ന് തന്നെ CPIഎമ്മും CPIയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് പ്രചാരണത്തിന്റെ ദിനങ്ങളാണ് അവർക്ക് മുന്നിൽ. പക്ഷേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.